ഒരു മതേതര രാജ്യമല്ലേ ഇത്? ജനാധിപത്യ രാജ്യമല്ലേ ഇത്? ഈ ജനാധിപത്യ രാജ്യത്ത്, മതേതര രാജ്യത്ത് ഒരു മതമേലധ്യക്ഷത കൽപ്പന പുറപ്പെടുവിക്കാൻ വേണ്ടി, നടപ്പിലാക്കാൻ വേണ്ടി പോലീസ് ഉണ്ടെങ്കിൽ ഇവർ നമ്മുടെ പൈസ മേടിച്ചിട്ടല്ലേ ചെയ്യണത്? ഇവിടെ ഇറാനിൽ മത പോലീസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കേരളത്തിൽ മത പോലീസ് ഉണ്ടോ? ഒരു റിലീജിയസ് പോലീസ്? ഞങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ഡോക്യുമെന്റ് ഉണ്ടോ? ഡോക്യുമെന്റ് കാണിക്കാനില്ല. നിങ്ങളുടെ അറസ്റ്റ് വാറന്റ് ഉണ്ടോ? ഇല്ല. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പറഞ്ഞു. അവർ റെഡിയല്ല. ബലമായിട്ട് പിടിച്ച് വൈദികര്, ആരെങ്കിലും ആകട്ടെ, വൈദികരാകട്ടെ മനുഷ്യരാകട്ടെ, നിയമവിരുദ്ധമായിട്ട് പോലീസ്, നിയമം പാലിക്കേണ്ട പോലീസ് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിയമവിരുദ്ധമായിട്ട് ഒരു പോലീസ്, നിയമം പാലിക്കേണ്ട പോലീസ് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടത്. ഇതിപ്പോ നിങ്ങൾ സമരം തുടരുകയാണെങ്കിൽ അതിനൊരു പോംവഴി വേണമല്ലോ. സമരത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ ആവശ്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ അതിരൂപതയിൽ ഇവിടുത്തെ സമിതികളുണ്ട്, വൈദിക സമിതികളുണ്ട്, അൽമായർ ഉൾപ്പെടുന്ന സമിതികളുണ്ട്. ഇതെല്ലാം പുനഃസ്ഥാപിച്ചിട്ട് ചർച്ചയ്ക്ക് റെഡി അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താമെന്ന് പോലീസ് പറയുന്നുണ്ട്. കളക്ടറുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കളക്ടറുടെ സാന്നിധ്യത്തിൽ എന്തിനു ചർച്ച നടത്തണം? ഞങ്ങൾക്ക് കളക്ടറുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ക്യൂരിയ, ഇവിടുത്തെ ക്രിമിനൽ ക്യൂരിയ ജോഷി എന്ന വ്യക്തി പല കേസുകളിൽ പ്രതിയായ വ്യക്തിയാണ്. ഞാൻ ഇത്ര വൈകാരികമായിട്ട് സംസാരിക്കാൻ എന്റെ വേദന ഉൾക്കൊണ്ടതുകൊണ്ടാണ്. അല്ലാതെ ആ രീതിയിൽ നിങ്ങൾ ഇതിലെടുക്കാവുള്ളൂ. ഞങ്ങളുടെ ഉള്ളിൽ ഇവിടെ ഇരിക്കുന്ന 21 പേരുടെ വേദന ഞങ്ങളുടെ വേദനയാണ് മനസ്സിലാക്കണം. വേറെ ആരുടെ വേദനയല്ല, ഇവിടുത്തെ ജനങ്ങളുടെ വേദനയാണ്. അതുകൊണ്ട് ചർച്ചയ്ക്ക് ഞങ്ങൾ റെഡിയാണല്ലോ. മധ്യസ്ഥ ചർച്ച കളക്ടറുടെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തുന്നത്. മധ്യസ്ഥ ഞങ്ങൾ എന്തിനു ചർച്ച ചെയ്യണം? കളക്ടർ സഭയ്ക്ക്, ഈ കളക്ടർ എന്താണ്? ഈ മതത്തിന്റെ ആളാണോ കളക്ടർ? ഞങ്ങളുടെ പ്രശ്നം ആരുമായിട്ട്? ബിഷപ്പുമായിട്ടാണ്. ഈ ബിഷപ്പുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ഞങ്ങളോട് വന്നു, ഞങ്ങൾ അകത്ത് കയറ്റിയില്ല. ഇനി ബിഷപ്പ് വരുമ്പോൾ ബിഷപ്പുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് 21 പേര് ഞങ്ങളുടെ പ്രതിനിധികൾ അകത്ത് നിന്നത്. അവരെ രാത്രിയിൽ 3:30 മണിക്ക് ഇവിടെ ഉണ്ടായിരുന്നവരുടെ ഫോൺ വലിച്ചു മേടിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ബലമായിട്ട് കയറി ഇവരെ ഉപദ്രവിച്ച് പുറത്താക്കിയത് ഈ രാജ്യത്ത് നടക്കേണ്ട കാര്യമാണോ? നിങ്ങളിത് പറയൂ. എന്ത് ലോ ആൻഡ് ഓർഡർ ആര് സൃഷ്ടിച്ചു? അല്ല, ലോ ആൻഡ് ഓർഡർ ആര് സൃഷ്ടിച്ചു? ആരാണ്? നിങ്ങൾ ആരുടെ പക്ഷത്താണ് സംസാരിക്കുന്നത്? മാധ്യമങ്ങൾ ആരുടെ പക്ഷത്താണ് സംസാരിക്കുന്നത്? നിങ്ങൾ ലോ ആൻഡ് ഓർഡർ, നിങ്ങൾ എന്ത് ലോ ആൻഡ് ഓർഡർ ഉള്ളത്? ഇന്നലെ ഇവിടെ ഒരു SHO വന്നു. SHO വന്നപ്പോൾ ചോദിച്ചു, ഞങ്ങൾ ആരുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് മുടക്കിയേക്കുന്നത്? അവർ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ആരുടെ മുടക്കിയിട്ട്. ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ വന്നു. അവരോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. ഇവിടെയുള്ള പ്രൊക്രേറ്റർ ജോഷി പൊതുവേയും ഒരു പാലക്കപ്പിൾ എന്ന് വികാരം പുറത്തിറങ്ങി നടക്കട്ടെ, ഒരു പ്രശ്നമില്ല. പോലീസ് തിരിച്ചുപോയി. അവർ പ്ലാൻ ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ ലോ ആൻഡ് ഓർഡർ പ്രശ്നം, ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? ഈ പോലീസാണ്. ബിഷപ്പ് ഹൗസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഈ സമരവുമായി. പ്രത്യേകിച്ച് എന്തോ ബിഷപ്പ് ഹൗസിന്റെ പ്രവർത്തനങ്ങളെ അടക്കം ബാധിക്കുന്ന തരത്തിലാണ് ആ സമരം. ഹൗസിന്റെ പ്രവർത്തനങ്ങൾ അടക്കം ബാധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ബിഷപ്പ് ഹൗസിലേക്ക് വന്നത്. ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് കയറാൻ പാടില്ല. ഞങ്ങളല്ലേ ഇടവകയിൽ ഇരിക്കുന്നവര്, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ സെന്റ് ആന്റണീസ് ചർച്ച് ആയിരൂർ. അതൊക്കെ ഇമ്മറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ. നിങ്ങൾ ഇഷ്യൂ ഫോക്കസ് ചെയ്യുക. എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കുക. ഇതൊരു ഞാൻ ചോദിക്കട്ടെ, പിണറായിയുടെ പോലീസ് മത പോലീസാണോ? പോലീസിനെതിരെയാണ് ആ പോലീസായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.